സംസ്ഥാനം ഇന്നും കനത്ത ചൂടിൽ തന്നെ തുടരും. നിതാന്തമായ ജാഗ്രത വേണം. പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. സൂര്യാഘാതത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നലെ 2 പേർ മരിച്ചു എന്ന കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. തൃശ്ശൂരിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. കനത്ത ചൂടിലാണ് ഇപ്പോൾ തൃശ്ശൂർ. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, തൃശ്ശൂരിലെ അവസ്ഥ എങ്ങനെയാണ്? ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത, പ്രത്യേകിച്ച് ഉച്ചനേരങ്ങളിലൊക്കെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണോ ഇപ്പോഴുള്ളത്? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഉച്ചനേരമെന്നല്ല, രാവിലെ മുതൽ തന്നെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ 7:30 ആയിട്ടുള്ളൂ. ഇപ്പോൾ പോലും നമ്മൾ വിയർത്തൊഴുകുന്നൊരു സാഹചര്യമാണ് തൃശ്ശൂരുള്ളത്. അതൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിനു പുറമെ കടുത്ത ചൂട് കൂടി വരും. അപ്പോൾ പുറത്തിറങ്ങാൻ ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണ്. വീടിനുള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത തരത്തിൽ ചൂട് കൂടുന്നൊരവസ്ഥ തൃശ്ശൂരുണ്ട്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ജില്ലയാണ്. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ നമ്മൾ ഫോണിൽ വെതർ നോക്കുമ്പോൾ എക്സസീവ് ഹീറ്റ് എന്നുള്ളൊരു മുന്നറിയിപ്പ്, അമിതമായ ചൂട് എന്നൊരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ PSC പരീക്ഷകളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഈ ചൂട് സമയത്താണ്. അത് മാറ്റിവെക്കണമെന്ന ആവശ്യമൊക്കെ പലരും ഉയർത്തുന്നുമുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ ഇങ്ങനെ അമിതമായ ചൂടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും പുറത്തേക്ക് ഇറങ്ങരുത്. ഓഫീസിനുള്ളിലാണെങ്കിൽ പോലും AC ഇടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഓട്ടോ കളങ്ങളിലൊക്കെ രാവിലെ ഒരു 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പലരും ഓട്ടം പോകാൻ പോലും മടിക്കുന്നൊരവസ്ഥയാണ് എന്ന് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പുറത്തിറങ്ങുന്നത് അതീവ ജാഗ്രതയോടുകൂടി വേണം. ഇവിടെ മഞ്ഞ അലർട്ടാണ് നിലവിൽ തൃശ്ശൂരിൽ തുടരുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി വേണം. പ്രത്യേകിച്ച് ഈ ദാഹമുണ്ടാകുന്നൊരു സമയം, നിർജ്ജലീകരണത്തിൻ്റെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും അങ്ങനെയുള്ള മുന്നറിയിപ്പ് ഒക്കെ എടുത്ത് മാത്രമേ തൃശ്ശൂരിൽ പുറത്തിറങ്ങാൻ പറ്റൂ എന്നുള്ളൊരു ഗുരുതരമായ സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.